ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഇപ്രാവശ്യത്തെ ഓണവും നബിദിനവും ആരാണ് കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയും കൊണ്ടുപോയില്ല, ഒരു രാഷ്ട്രീയക്കാരനും കൊണ്ടുപോയില്ല, ഒരു പൊതുപ്രവർത്തനം കൊണ്ടുപോയില്ല. ഈ ഓണവും നബിദിനവും കൊണ്ടുപോയത് ഒരമ്മയാണ്. ആ അമ്മ അങ്ങ് എടുത്ത് കൊണ്ടുപോയി വേറെ ആർക്കും കൊടുക്കാണ്ട്. നമ്മൾ കേരളത്തിൽ ഒരുപാട് കാലമായി കണ്ടുവരുന്ന കാഴ്ചകൾ തന്നെയാണിത്. പക്ഷെ ഈ കാഴ്ച ഇവിടെ കൊടുക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഈ കെട്ട കാലത്ത്, അതായത് ഈ കെട്ട കാലത്ത് ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം ഓരോന്നിന്റെ പേരിലും വർഗീയതയും മതവും കാണുന്ന ഒരുപാട് ക്ഷുദ്ര ജീവികൾ, പച്ച മലയാളത്തിൽ പറഞ്ഞ വൃത്തികെട്ട നാറികൾ നമ്മൾ ഇടയിൽ വസിക്കുന്നുണ്ട്. അവർക്കൊക്കെ കുരു പൊട്ടിക്കാൻ വേണ്ടി, അവരുടെയൊക്കെ കുരു പൊട്ടി ഒലിക്കാൻ വേണ്ടി ഇതുപോലെ മതസൗഹാർദ്ദം ഉണ്ടാക്കുന്ന മനോഹരമായ കാഴ്ചകൾ നിങ്ങളായാലും ഷെയർ ചെയ്യണം, ഞാനായാലും ഷെയർ ചെയ്യണം. ഒരു മടിയും കാണിക്കണ്ട. പലരും പറയുന്ന കേരളത്തിൽ ഇതൊക്കെ പണ്ടേയുള്ള കാഴ്ചയല്ലേ? അതെ, പണ്ടേയുള്ള കാഴ്ച തന്നെ. പക്ഷെ ആ കാഴ്ചയെ മറക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ ക്ഷുദ്രജീവികൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവരുടെ കുരു പൊട്ടിക്കാൻ വേണ്ടി ഈ കാഴ്ചകൾ നമ്മൾ സ്റ്റാറ്റസ് ആയും നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റായും ഒക്കെ ഇട്ടുകൊണ്ടേയിരിക്കണം. നമുക്കെന്തായാലും കേരളത്തിലെ ഓണവും നബിദിനവും തൂക്കിയ ആ അമ്മയുടെ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടുവന്നാലോ? വാ. ആ അമ്മയ്ക്കും ആ അമ്മയുടെ കൂടെ കളിച്ച ആ കുട്ടികൾക്കും എന്റെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടാ. ഞാനും നിങ്ങൾ ഇത് ചെറുപ്പം മുതലേ കണ്ടുവരുന്ന കാഴ്ച തന്നെയാണ്. ആ അമ്മ പണ്ടേ അവരുടെ കൂടെ കളിക്കുന്നതുമാണ്, അതൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും ഞാനിത് കൊടുക്കും, അത് കാണും. ഇപ്പോഴും അത് കാണുമ്പോ മനസ്സിലൊരു സന്തോഷമാണ്, കണ്ണ് ചെറുതായിട്ട് നിറയുന്നുണ്ട്. അതാണ് എന്റെ കേരളം, അതാണ് നമ്മുടെ കേരളം. ഈ കേരളത്തിൽ ഈ മതേതരത്വത്തെ, ഈ സ്നേഹത്തെ തകർക്കാൻ വേണ്ടി സംഘപരിവാർ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സാധനം നമ്മുടെ ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങിന്ന്. ആ കറങ്ങലിൽ പലപ്പോഴും ചില ആൾക്കാരെങ്കിലും അറിയാതെ വീണു പോകുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ എന്റെ കണ്ണൂർ മാടായിപ്പാറയിൽ മിനിഞ്ഞാന്ന് ഓണത്തിന്റെ ആഘോഷത്തിന്റെ ഇടക്ക് അവിടെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച്. ഞാൻ പലസ്തീൻ അനുകൂല മുദ്രാവാക്യത്തിനൊന്നും എതിരല്ലാട്ട, ഞാൻ പലസ്തീൻ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ അവര് ശ്രദ്ധിക്കേണ്ടത്, സംഘപരിവാർ നിങ്ങളുടെ ചുറ്റും ഇങ്ങനെ റോന്തിട്ട് പറക്കുന്നുണ്ട്. അവർ എവിടെയാണ് നിങ്ങളെ പിടിക്കുക എന്നുള്ള, എവിടെയാണ് കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുക എന്നുള്ളത്, എങ്ങനെയാണ് ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക, അതിലൂടെ കേരളം പിടിക്കുക എന്നുള്ള ചിന്തയിലാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതിപ്പോ അവർ എന്ത് ലെവലിലേക്ക് കൊണ്ടുപോയി, അത് ക്ഷേത്രത്തിന്റെ സ്ഥലമാണ്, ക്ഷേത്രത്തിന്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറിയിട്ടാണ് അവിടെ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിട്ട് ആ ലെവലിലേക്ക് കൈകാര്യം ചെയ്യുന്നത്. അവിടെ സംഘപരിവാറിന് കാലുകുത്താനുള്ള അവസരം ഒരിക്കലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ പലസ്തീൻ അനുകൂലി തന്നെയാണ്, പലസ്തീൻ അനുകൂല മുദ്രാവാക്യം ഞാൻ വിളിച്ചിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, പേടിക്കാനല്ല കേട്ടോ ഞാൻ പറഞ്ഞു, ശ്രദ്ധിക്കുക. പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ശ്രദ്ധിക്കണം. അവർ നമ്മളിടയിലൂടെ നുഴഞ്ഞു കയറിയിട്ട് നമ്മൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ നോക്കിയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് മാടായിപ്പാറയിൽ കണ്ടത്. എന്തിന് പറയുന്നു, കൊല്ലത്തൊരു അമ്പലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയത് മായ്ക്കണം എന്ന് പറഞ്ഞ് കലാപ് ഉണ്ടാക്കുന്ന ടീമാണ്. ശരിക്കും എന്താണ് അവിടുത്തെ സംഭവം? ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയതല്ല, അവിടെ ഇടുന്ന പൂക്കളങ്ങളിൽ ഒരു പാർട്ടിയുടെയും ചിഹ്നങ്ങൾ പതിക്കാൻ പാടില്ല എന്ന് ഉത്തരവുണ്ട്. അതിന് വിപരീതമായി അവരവരുടെ കാവിക്കൊടി ആ ഓണപ്പൂക്കളത്തിൽ വരച്ച്, ആ വരച്ചത് നിങ്ങൾ കണ്ടു നോക്കുക. ഇതാണ്, ഈ കാവിക്കൊടി മായ്ക്കാനാണ് അവിടെ പറഞ്ഞത്. പക്ഷെ അവരെന്താക്കി, ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയത് മായ്ക്കണം എന്ന് പറഞ്ഞെന്നുള്ള ലെവലിൽ കലാപ് ഉണ്ടാക്കി. നോക്കിയിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ വന്നിട്ട് വിഭാഗീയത ഉണ്ടാക്കിയിട്ട് അമ്പലങ്ങളിൽ വരെ കലാപ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അവര് നമ്മുടെ മതങ്ങളുടെ ഇടയിൽ എത്രമാത്രം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കും. അവർക്കറിയാം ആ കൊടി മായ്ക്കാൻ എന്തായാലും പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി അവിടെ അടിയിൽ ഓപ്പറേഷൻ സിന്ദൂറാക്കി ഇതുപോലെ ഊള പരിപാടി എടുക്കാൻ പറ്റും. സംഘപരിവാറിനല്ലാതെ വേറെ ആർക്ക് പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവർക്ക് അടിക്കാൻ ഒരു വടിവെക്കുന്ന സ്ഥലം പോലും നമ്മൾ കാണിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് എന്റെ അഭിപ്രായം. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ അത് ശ്രദ്ധിക്കുക. കാരണം സംഘപരിവാർ നമ്മൾ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കുമെന്നുള്ള ശ്രദ്ധയിൽ മാത്രമാണ്. പിന്നെ വേറൊരു വീഡിയോ കൂടി ഞാൻ വെച്ചാൽ, ഓണം തൂക്കിയ രണ്ടാമത്തെ ടീം ഈ കുട്ടികളും ആ മാവേലിയുമാണ് ഓണം തൂക്കിയതിൽ 2ാം സ്ഥാനക്കാർ. നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടാലോ? വാ.
ഈ കെട്ടകാലത്ത് ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ കാണിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ കാണിച്ചുകൊണ്ടേയിരിക്കും. കുരുപൊട്ടുന്ന സംഖ്യകൾക്ക് കുരുപൊട്ടട്ടെ. നമ്മളെ കേരളത്തിൽ നമ്മുടെ മതസൗഹാർദ്ദവും നമ്മുടെ സ്നേഹവും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊരു വീഡിയോ ഇല്ലെങ്കിലും വീഡിയോ കാണിച്ചില്ലെങ്കിലും നടന്നുകൊണ്ടേയിരിക്കും. കാരണം സംഘപരിവാറിന്റെ കുരുപൊട്ടിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. സംഘപരിവാർ നമ്മളിടയിലൂടെ നുഴഞ്ഞു കയറി നമ്മൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ നോക്കും. ആ വിഭാഗീയതയെ തകർക്കുക എന്നുള്ളതും അവരുടെ ആ ശ്രമങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി കടമയാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആ അമ്മക്കും ആ മാവേലിക്കും ആ കുട്ടികൾക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാം.